നമസ്തേ, ഏവർക്കും രഞ്ജിനി വിനോദ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രഭൂമിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് ഈ ക്ഷേത്രമുള്ളത്. നെറുങ്കൈതക്കോട്ട ക്ഷേത്രം. ഇവിടെ ഒരു അയ്യപ്പ ക്ഷേത്രം അഥവാ ഒരു ശാസ്താക്ഷേത്രമുണ്ട്. പിന്നെ കുറച്ച് മുകളിലായിട്ട് ഒരു ദേവീ ക്ഷേത്രവുമുണ്ട്. പിന്നെ ഈ ക്ഷേത്രത്തിന് വേറൊരു പ്രത്യേകത, ഇവിടെ ശ്രീരാമ സങ്കല്പവും ഈ ക്ഷേത്രത്തോട് ചേർത്ത് പറയാറുണ്ട്. അതിനാൽ തന്നെ വാനരന്മാരുടെ സാന്നിധ്യവും ഇവിടെയുണ്ട്. സാമൂതിരി രാജയുടെ കീഴിലുള്ള ക്ഷേത്രമാണ്. നമുക്ക് ഇന്ന് ഈ ഒരു പുരാതന ക്ഷേത്രത്തെ കുറിച്ച് സർവേശ്വരന്റെയും സർവേശ്വരിയുടെയും അനുഗ്രഹത്തോടുകൂടി പറഞ്ഞു തുടങ്ങാം. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിൽ നെറുങ്കൈതക്കോട്ട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. ദേശാടന പക്ഷികൾക്ക് ഏറെ പ്രിയപ്പെട്ട അതിമനോഹരിയായ മലപ്പുറം ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും അതിർത്തി പങ്കിടുന്ന കടലുണ്ടിപ്പുഴയുടെ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെയാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള പാതയുള്ളത്. പ്രകൃതി രമണീയമായ അനവധി കാഴ്ചകളാൽ ധന്യമായ ഒരു ഭൂമിയാണിത്. ഒരു വലിയ കുന്നും ഇതിനെ വലം വെച്ചൊഴുകുന്ന കടലുണ്ടിപ്പുഴയും ഗ്രാമാന്തരീക്ഷവും വ്യത്യസ്തമാർന്ന അതിപുരാതനമായ ക്ഷേത്ര നിർമ്മിതികളും ചരിത്രശേഷിപ്പുകളും ഐതിഹ്യ കഥകളും വാനരന്മാരുടെ സാന്നിധ്യവും ഒരു പുരാതന രാജവംശത്തിൻ്റെ കഥയും ഈ പുണ്യപുരാതന ഭൂമിയെ വേറിട്ടതാക്കുന്നു. കുന്നിൻ്റെ ഏറ്റവും മുകളിൽ മേക്കോട്ട ഭഗവതി ക്ഷേത്രവും താഴ്വാരത്തിൽ നെറുങ്കൈതക്കോട്ട അയ്യപ്പ ക്ഷേത്രവും തുല്യ പ്രാധാന്യത്തോടെ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ പുണ്യഭൂമി ഒരു ക്ഷേത്ര സമുച്ചയം തന്നെയാണ്. രണ്ട് ക്ഷേത്രങ്ങളും അതിപുരാതനമാണ്. ക്ഷേത്ര ചൈതന്യത്തിന് 800 വർഷങ്ങൾക്ക് മേൽ പൗരാണികത അവകാശപ്പെടുന്നുമുണ്ട്. ഇപ്പോൾ കാണുന്ന ക്ഷേത്ര നിർമ്മിതികൾക്ക് തന്നെ 450 വർഷങ്ങളുടെ പഴക്കം അനുമാനിക്കപ്പെടുന്നു. നിറയെ കൈതക്കാടുകൾ നിറഞ്ഞ കോട്ട, അല്ലെങ്കിൽ നെറുകയിൽ അഥവാ മുകൾ ഭാഗത്ത് കൈതക്കാടുകളാൽ നിറഞ്ഞ കോട്ട എന്നതിൽ നിന്നൊക്കെ ആവണം ഈ ഭൂമിക്ക് നെറുങ്കൈതക്കോട്ട അഥവാ നിറക്കൈതക്കോട്ട എന്ന നാമം സിദ്ധിച്ചത് എന്ന് പറയപ്പെടുന്നു. പരപ്പനാട് രാജവംശത്തിൻ്റെ ആദ്യത്തെ ആസ്ഥാനമാണ് നെറുങ്കൈതക്കോട്ട എന്നാണ് ചരിത്രം പറയുന്നത്. ചേരമാൻ പെരുമാക്കന്മാരുടെ ഭരണത്തിനു ശേഷം കേരളത്തിൽ നിലവിൽ വന്ന നാട്ടുരാജ്യമാണ് പരപ്പനാട് രാജവംശം. ഇപ്പോൾ നമ്മൾ ഉള്ളത് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ്. ഈ രാജവംശം പരപ്പുനാട് സ്വരൂപം, പരപ്പൂർ സ്വരൂപം എന്നും അറിയപ്പെട്ടിരുന്നു. ബ്രിട്ടീഷ് രേഖകളിൽ പപ്പുകോയിൽ എന്നാണ് ഈ നാട്ടുരാജ്യത്തിനെ രേഖപ്പെടുത്തി കാണുന്നത്. കോഴിക്കോട് നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന പന്നിയങ്കര തൊട്ട് മലപ്പുറം ജില്ലയിലെ താനൂരിലുള്ള പൂരപ്പുഴ വരെയുള്ള 10 ദേശങ്ങൾ ഈ രാജവംശത്തിൻ്റെ കീഴിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് ഈ രാജവംശം 4 താവഴികളായി പിരിഞ്ഞ് 4 കോവിലകങ്ങളിൽ പരപ്പനാട് വലിയ പുതിയ കോവിലകം, കരിപ്പാ കോവിലകം, കർത്തനാട് കോവിലകം, തട്ടാരി കോവിലകം എന്നിവിടങ്ങളിൽ ആസ്ഥാനങ്ങളാക്കിക്കൊണ്ട് അവർ ഭരിച്ചു. പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ രാജവംശം വടക്കൻ പരപ്പനാട്, തെക്കൻ പരപ്പനാട് എന്നിങ്ങനെ 2ആയി വിഭജിച്ചു. ഇതിൽ വടക്കൻ പരപ്പനാട് ബേപ്പൂർ രാജ്യം എന്നും അറിയപ്പെട്ടിരുന്നു. തെക്കൻ പരപ്പനാടിൻ്റെ ആസ്ഥാനം പരപ്പനങ്ങാടിക്കടുത്തുള്ള നെടുംവയിൽ ആയിരുന്നു. ഈ കോവിലകം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് എന്ന് പറഞ്ഞു കേൾക്കുന്നു. പല പ്രശസ്ത വ്യക്തികളും ഈ രാജവംശത്തിൽ വന്ന് പിറവി കൊണ്ടിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്തായാലും ഈ രാജാക്കന്മാരുടെ ഒക്കെ പരദേവതകൾ അഥവാ കുലദേവതകൾ പരിലസിക്കുന്ന പുരാതന ക്ഷേത്ര ഭൂമിയാണ് നിറങ്കൈതക്കോട്ട ക്ഷേത്ര സമുച്ചയം എന്നാണ് പറയപ്പെടുന്നത്. കോവിലകങ്ങളും കൊട്ടാരവുമായി ബന്ധപ്പെട്ട പല നിർമ്മിതികളും ഇവിടെ നിലനിന്നിരുന്നു.
ഇപ്പോഴും ഒരു രാജകൊട്ടാരത്തിൻ്റെ വിദൂരമായൊരു ഛായ ഈ ക്ഷേത്രഭൂമി നിലനിർത്തുന്നുണ്ട് എന്നത് ഒരു സത്യം തന്നെയാണ്. 19-ാം നൂറ്റാണ്ടോടെ ക്ഷേത്രം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കീഴിൽ വന്നു ചേർന്നു. പിന്നീട് അവർ ക്ഷേത്രഭരണം സാമൂതിരി രാജവംശത്തെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. കാലാന്തരത്തിൽ പല രൂപപരിണാമങ്ങളും രണ്ട് ക്ഷേത്രങ്ങൾക്കും വന്നിട്ടുണ്ടാകാം. പൂർണ്ണമായും ചെമ്പോലയിൽ പൊതിഞ്ഞ അയ്യപ്പ ക്ഷേത്രവും കളംപാട്ട് നടക്കുന്ന പാട്ടുകൊട്ടിൽ അഥവാ പാട്ടുപുരയും രാജകീയ പ്രൗഢിയുടെ നേർക്കാഴ്ചകൾ തന്നെയാണ്. രാജാക്കന്മാരുടെ തേവാര സമ്പ്രദായത്തിൽ നിലനിന്നിരുന്ന ക്ഷേത്രങ്ങളായതിനാൽ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും നിർമ്മിതികൾ വ്യത്യസ്തവുമാണ്. അയ്യപ്പ ക്ഷേത്രം വിശേഷിച്ചും ഒത്തിരി അപൂർവമായി അനുഭവപ്പെട്ടു. കരിങ്കല്ലുകൊണ്ടുള്ള ശ്രീകോവിലിൽ പടിഞ്ഞാറ്റ് ദർശനമായി ശ്രീഭൂതനാഥനായ അധർമ്മനാശകനായ ധർമ്മസംരക്ഷകനായ ഹരിഹരപുത്രൻ പരിലസിക്കുന്നു. നമ്മളിപ്പോൾ മുകളിലുള്ള മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള പടികൾ കയറുവാനായി ആരംഭിച്ചു. സ്വയംഭൂവായ ചൈതന്യമാണെന്നും ദേവതാസ്ഥാനം ചെങ്കൽ കൊണ്ടുള്ള 3 കുഴികളാണെന്നുമൊക്കെ പറഞ്ഞു കേട്ടു. ബാലശാസ്താവിൻ്റെ ഭാവമുണ്ടെന്നും ഒരു വില്ലാളി വീരനായ യോദ്ധാവിൻ്റെ ഭാവമാണ് ഭഗവാന് എന്നും ശ്രീകോവിലിനകത്ത് സാളഗ്രാമങ്ങളുണ്ടെന്നുമൊക്കെ വാമൊഴികളുമുണ്ട്. ശ്രീകോവിൽ പ്രവഹിപ്പിക്കുന്ന അലൗകികമായ ഊർജവും ശക്തിയും ഓജസ്സും എടുത്തു പറയേണ്ടതാണ്. വർഷത്തിലൊരിക്കൽ ഉത്സവ സമയത്ത് ഭഗവാന് ചാർത്തുന്ന സ്വർണ്ണ തിരുമുഖത്തിന് അതിധീരനായ ഒരു വീരയോദ്ധാവിൻ്റെ ഭാവമാണ് എന്നും പറഞ്ഞു കേട്ടു. ഒരു ശിവലിംഗ പ്രതിഷ്ഠയും അയ്യപ്പ ക്ഷേത്രത്തിൽ ഇടതുവശത്ത് പടിഞ്ഞാറ്റ് ദർശനമായി നിലകൊള്ളുന്നുമുണ്ട്. ഉച്ചപൂജ സമയത്ത് ശ്രീരാമചന്ദ്ര സ്വാമിക്കും അയ്യപ്പ സ്വാമിയോടൊപ്പം ഇവിടെ പൂജകൾ അഥവാ അർച്ചനകൾ നടക്കുന്നുണ്ട് എന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അതായത് ശ്രീരാമ ചൈതന്യവും ആ സമയത്ത് ഇവിടെയുണ്ട് എന്നാണ് വിശ്വാസം. പണ്ടൊരിക്കൽ നല്ല വെള്ളപ്പൊക്കമുള്ള ഒരു കാലത്ത് താനൂരിലുള്ള തൃക്കൈക്കാട്ട് മഠം സ്വാമിയാർ തൻ്റെ ദേശസഞ്ചാരത്തിനിടയ്ക്ക് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പുഴ കടന്ന് ഇവിടെ എത്തിച്ചേർന്നു. സ്വാമിയാർ എത്തിയാൽ പിന്നെ ഏത് ക്ഷേത്രമായാലും അദ്ദേഹമാണല്ലോ പൂജകളൊക്കെ ചെയ്യുക. അപ്പോൾ ഉച്ചപൂജ സമയവുമായിരുന്നു. ശ്രീരാമ ഉപാസകനായ സ്വാമിയാർ അയ്യപ്പൻ്റെ ആ രൂപം കണ്ട് ശ്രീരാമൻ തന്നെയാണ് എന്ന് ധരിച്ച് ശ്രീരാമ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പൂജ ചെയ്തു എന്നൊരു ഐതിഹ്യമുണ്ട്. സ്വാമിയാർ തൻ്റെ കൈവശമുള്ള ശ്രീരാമ വിഗ്രഹം ശ്രീലകത്ത് വെച്ച് പൂജ ചെയ്ത് എന്നും പറയപ്പെടുന്നു. വാമൊഴിയായി ശ്രവിച്ച വേറൊരു ഐതിഹ്യം അനുസരിച്ച് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന ആ പുഴ കടക്കുവാനാവാതെ നിന്ന സ്വാമിയാർക്കും ശിഷ്യന്മാർക്കും മുമ്പിൽ ഒരു മണൽത്തിട്ട പ്രത്യക്ഷമായി എന്നും തീരമണഞ്ഞ ആ പരമഭക്തനു മുന്നിൽ പ്രത്യക്ഷനായ ശ്രീരാമചന്ദ്ര സ്വാമി തൻ്റെ ഹസ്തങ്ങൾ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു അത്രേ, സ്വാമിയാരെ എൻ്റെ കൈകൾ നോക്കൂ, ഞാനാണിപ്പോൾ അങ്ങയ്ക്ക് വേണ്ടി മണൽത്തിട്ടയൊക്കെ കൂട്ടിയത്, എൻ്റെ കൈകളിൽ നിറച്ചും മണൽ കണ്ടുവോ എന്നിങ്ങനെ ചോദിച്ചു അത്രേ. എന്തായാലും അന്നു മുതൽ ദശരഥ നന്ദനനായ മര്യാദാ പുരുഷോത്തമനായ സീതാപതിയുടെ ചൈതന്യവും ഈ പുരാതന ഭൂമിക്ക് സ്വന്തമായി. വനവാസകാലത്ത് രാമലക്ഷ്മണന്മാർ വാനരപ്പടയോടുകൂടി ഇവിടെ വന്നിട്ടുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ശ്രീരാമ ചൈതന്യം ഉള്ളതുകൊണ്ട് തന്നെ വാനരന്മാർ ഈ ഭൂമിയുടെ അവകാശികളായി മാറി. മൊച്ചകൾ എന്നും ഈ വെളുത്ത വാനരന്മാരെ നാട്ടുകാർ വിളിക്കുന്നുണ്ട്. പല അവകാശങ്ങളും അവർക്ക് ഇവിടെയുണ്ട്. ഉഷപൂജയുടെ ആദ്യ നിവേദ്യം വാനരന്മാർക്ക് ഉള്ളതാണ് എന്നത് ഒരു വലിയ പ്രത്യേകതയാണ്. ഓണക്കാലത്ത് ഉത്രാടം നാളിൽ അവർക്കായി സദ്യയും ഇവിടെ വിളമ്പാറുണ്ട്. ശ്രീരാമ ഭക്തനായ വായുപുത്രനായ ഹനുമാൻ സ്വാമിയുടെ വാനരപ്പട ഈ ക്ഷേത്രഭൂമിയിൽ സ്വതന്ത്രമായി വിഹരിക്കുന്നുമുണ്ട്. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള പത്തായപ്പുരയിലെ പൂമുഖത്തിൻ്റെ മുകൾ ഭാഗത്ത് രാമായണം ബാലകാണ്ഡം മുഴുവനായി ദാരുശില്പ ചാതുരിയിൽ
പുനർജനിച്ചിരിക്കുന്നു എന്നത് ശ്രീരാമസ്വാമിയുമായിട്ടുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ബന്ധത്തിൻ്റെ വേറൊരു തെളിവ് തന്നെയാണ്. രാവണനിൽ നിന്നും രക്ഷ കാക്ഷിച്ചുകൊണ്ട് ദേവന്മാരും ഋഷിമാരുമെല്ലാം പാലാഴിയിൽ പള്ളികൊള്ളുന്ന വൈകുണ്ഠനാഥനെ അഭയം പ്രാപിക്കുന്ന കഥാസന്ദർഭം മുതൽക്ക് മുഴുവനായി ബാലകാണ്ഡം ധാരുവിൽ ഇവിടെ കുത്തിവെച്ചിട്ടുമുണ്ട്. മുകൾ ഭാഗത്ത് മുഴുവനും പുഷ്പങ്ങളെയാണ് കാണുവാൻ സാധിക്കുന്നത്. വളരെ കൃത്യമായി ഭംഗിയായി കൊത്തിവെച്ചിട്ടുള്ള ഈ മനോഹര സൃഷ്ടികൾ അതീവ ധന്യമായ മഹത്തായ ഒരു ദൃശ്യാനുഭവം തന്നെയാണ്. എല്ലാ മാസവും 30 ശനിയാഴ്ചകളിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യസാധ്യ മഹാപുഷ്പാഞ്ജലി വളരെ വളരെ പ്രശസ്തമാണ്. ഉച്ചപൂജ സമയത്ത് ക്ഷേത്രം തന്ത്രി തന്നെ ചെയ്യുന്ന ഈ പൂജ അഭീഷ്ടവരസിദ്ധിക്ക് ഏറെ ശ്രേഷ്ഠമാകയാൽ പല ദേശങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇതിൽ പങ്കുകൊള്ളുവാനായി ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നു. ഉച്ചപൂജ സമയത്ത് അയ്യപ്പ സ്വാമിയോടൊപ്പം ശ്രീരാമ ഭഗവാനും കൂടി ഉള്ളതിനാൽ 2 ദേവന്മാരും ഭക്തന്മാരിൽ ഒരുമിച്ച് അനുഗ്രഹം ചൊരിയുന്നു എന്നാണ് വിശ്വാസം. ഉച്ചപൂജയ്ക്ക് മുന്നോടിയായി നവകാഭിഷേകം എന്നും നടക്കുന്ന ഒരു ക്ഷേത്രമാണ് അയ്യപ്പ ക്ഷേത്രം. ശാസ്താപ്രീതി, ശനീശ്വര പൂജ, നീരാഞ്ജനം, അയ്യപ്പ സഹസ്രനാമ പുഷ്പാഞ്ജലി എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകൾ അയ്യപ്പ ക്ഷേത്രത്തിലുണ്ട്. ശിവഭഗവാനും വഴിപാടുകൾ ചെയ്യുവാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. അയ്യപ്പ ക്ഷേത്ര സന്നിധിയിൽ തിടപ്പള്ളിക്ക് താഴെയായി ഒരു തുരങ്കമിറങ്ങിയാൽ ഒത്തിരി പ്രത്യേകതയുള്ള ഒരു നീരുറവ ഈ ക്ഷേത്രത്തിലുണ്ട്. ഗംഗാ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഇതിലെ പുണ്യജലമാണ് പൂജാദികൾക്ക് ഉപയോഗിക്കുന്നത്. അതീവ പരിശുദ്ധമായി പരിപാലിക്കപ്പെടുന്ന ഈ ജലത്തിൽ സൂര്യപ്രകാശം ഏൽക്കുന്നില്ല എന്നത് ഒരു പ്രത്യേകതയാണ്. പൂജാരിമാർക്ക് മാത്രമേ അതിൻ്റെ അടുത്തേക്ക് പോകുവാനുള്ള അനുവാദമുള്ളൂ. ഏത് മഴയിലും ഏതു വെയിലിലും ഒരേ അളവ് ജലം മാത്രമാണ് ഇതിൽ ഉണ്ടാവുക എന്നതും ജലം എടുത്തു കഴിഞ്ഞാൽ ആ ക്ഷണത്തിൽ തന്നെ അതേ അളവ് ജലം വന്ന് നിറയും എന്നതുമൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ദാരിക വധത്തിനു ശേഷം സ്വസ്ഥയായ ഭദ്രകാളിയാണ് മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. കോവിലകത്തിൻ്റെ പരദേവതയായ അമ്മയ്ക്ക് അതീവ രൗദ്രഭാവമാണ് എന്ന് പറയപ്പെടുന്നു. ഗണപതി ഭഗവാൻ ഉപദേവതയായ ഇവിടെ നാഗസാന്നിധ്യവുമുണ്ട്. ക്ഷേത്ര കാഴ്ചകൾ പുനരുദ്ധാരണം നടന്നിട്ട് അധികം കാലമായിട്ടില്ല എന്ന സൂചനകളും നൽകുന്നുണ്ട്. ഈ ദേവീക്ഷേത്ര സന്നിധി അതിമനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളാണ് സമ്മാനിക്കുന്നത്. ഏകദേശം 60 ഏക്കറോളം വരുന്ന ക്ഷേത്രഭൂമിയും ഒരു കോട്ടയുടെ രൂപഭംഗിയാർന്ന കുന്നും അകലെയായി ഒഴുകുന്ന കടലുണ്ടി പുഴയും അമ്മയുടെ വാത്സല്യമായി വന്ന് തലോടി കടന്നുപോകുന്ന മന്ദമാരുതനും ഏറെ മാധുര്യം നിറഞ്ഞ കാഴ്ചകൾ തന്നെയാണ്. പടിഞ്ഞാറ്റ് ദർശനമായി കുടികൊള്ളുന്ന ശ്രീകോവിലിൽ ജഗൽ ജനനി മേക്കോട്ട ഭഗവതിയായി പ്രകാശിക്കുന്നു. ഈ ശ്രീകോവിൽ നിർമ്മിതിയും വ്യത്യസ്തമാണ്. എന്നും രാവിലെ ദാരികവധം പാട്ടും പിന്നീട് വൈകിട്ട് ഗുരുതിയും കൽപ്പനകളും നടക്കുന്ന ഒരു ക്ഷേത്രമാണിത്. ഇവിടുത്തെ മുട്ടറക്കലും അതിവിശേഷമാണ്. ഗുരുതി, ചെറിയ ഗുരുതി, പട്ടും താലിയും, സർവേശ്വരി പൂജ, ശത്രു സംഹാര പൂജ, മംഗല്യപൂജ എന്നിങ്ങനെ ഒത്തിരി വഴിപാടുകൾ ഈ ദേവീക്ഷേത്രത്തിലുണ്ട്. തിന്മകളെയെല്ലാം ഇല്ലാതെയാക്കിക്കൊണ്ട്, ധൈര്യം പകർന്നുകൊണ്ട്, വാത്സല്യം ചൊരിഞ്ഞുകൊണ്ട് മഞ്ഞളാടിയ ഈ പുണ്യഭൂമിയിൽ പരിലസിക്കുന്ന അമ്മയുടെ ദർശനം അതീവ പരമാനന്ദം തന്നെയാണ് പങ്കുവെക്കുന്നത്. അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രം താഴെ മൂത്തേടത്തു മനയ്ക്കും, ദേവീക്ഷേത്രത്തിലേത് ചിറമംഗലത്തു മനയ്ക്കുമാണ്. ദേവീക്ഷേത്രത്തിൽ വൈകിട്ട് ഗുരുതി കഴിഞ്ഞാൽ വേഗം നട അടയ്ക്കുന്നതോടുകൂടി എല്ലാവരും പ്രദക്ഷിണം പോലും ചെയ്യാതെ വേഗം തിരിച്ചിറങ്ങണം എന്നാണ് നിയമം. കാരണം പിന്നീട് ഈ ക്ഷേത്ര സന്നിധി അമ്മയ്ക്കും അവിടുത്തെ ഭൂതഗണങ്ങൾക്കും വിഹരിക്കുവാനുള്ള ഇടമായി മാറുന്നു എന്നൊക്കെയാണ് വിശ്വാസങ്ങൾ.
അയ്യപ്പ ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷം മകരസംക്രമ ദിനത്തിൽ തുടങ്ങുന്ന 5 ദിവസത്തെ കളംപാട്ടുത്സവമാണ്. അതീവ വിപുലമായി ആചരിക്കപ്പെടുന്ന ഈ പാട്ടുത്സവത്തിൻ്റെ സമയത്ത് ശീവേലി, തായമ്പക, സന്ധ്യാവേല എന്നു തുടങ്ങി അനേകം ചടങ്ങുകളും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ നടക്കാറുണ്ട്. പാട്ടുപുരയിലെ പ്രത്യേക മണ്ഡപത്തിലാണ് ഭഗവാന്റെ കളം വരയ്ക്കുന്നത്. പാട്ടുപുരയുടെ അകക്കാഴ്ചകൾ പൗരാണികതയുടെ സൗന്ദര്യം മുഴുവനായി നിറഞ്ഞിരിക്കുന്നതിനാൽ നൂറ്റാണ്ടുകൾ പിറകിലെ ഏതൊരു കാലത്ത് എത്തിച്ചേർന്ന പ്രതീതിയാണ് ജനിപ്പിക്കുന്നത്. ഇവിടെ ഒരു കെടാവിളക്ക് പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് നിലനിൽക്കുന്നുമുണ്ട്. 1-ാം കളം, 2-ാം കളം എന്നിങ്ങനെ 5 കളങ്ങളുള്ള പാട്ടുത്സവ കാലത്ത് രാത്രി 1 മണിവരെയൊക്കെ കളംപാട്ടിൻ്റെ ചടങ്ങുകൾ നീണ്ടു നിൽക്കുന്നു. മേടസംക്രമ ദിനത്തിലും ഇവിടെ ഒരു കളംപാട്ട് നടക്കാറുണ്ട്. അതീവ വിപുലമായി ആചരിക്കാറുള്ള മണ്ഡലകാലത്ത് അനവധി അയ്യപ്പ ഭക്തന്മാരാണ് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരാറുള്ളത്. മേക്കോട്ട ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം അതിപ്രശസ്തമാണ്. ആ സമയത്ത് ഇവിടെ നടക്കുന്ന വെടിക്കെട്ടും അത്രയ്ക്ക് തന്നെ പ്രശസ്തമാണ്. കുംഭത്തിലെ ആദ്യ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ഉത്സവ തീയതി കുറിച്ച് കുംഭത്തിൽ തന്നെ താലപ്പൊലി നടത്തുന്നു. ഇതിനൊക്കെ പല നിയമങ്ങളും നിഷ്ഠകളും കാലങ്ങളായി പിന്തുടർന്നു വരുന്നുമുണ്ട്. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന താലപ്പൊലി പറമ്പിലെ താലപ്പൊലി തറയിൽ കുടികൊള്ളുന്ന സഹോദരിയെ കാണുവാനായി മേക്കോട്ട ഭഗവതി ക്ഷേത്രം വിട്ട് പുറത്തേക്ക് എഴുന്നള്ളുന്നു എന്നതാണ് താലപ്പൊലി മഹോത്സവത്തിൻ്റെ സങ്കല്പം. പണ്ടൊരിക്കൽ ഒരു ക്ഷേത്രത്തിലേക്ക് ദേവിയും സഹോദരിയും കൂടി പോയി വരുമ്പോൾ തിരിച്ചു വരുന്ന ആ വഴിയിൽ സഹോദരിക്ക് അശുദ്ധി വന്നപ്പോൾ കൊട്ടാരത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റാതെയായി ആ ദേവി അവിടെ ആ താലപ്പൊലി പറമ്പിൽ ആ തറയിൽ ഇരുന്നു എന്നാണ് ഈ ഒരു ഉത്സവത്തിൻ്റെ പിറകിലുള്ള ഐതിഹ്യം. ഒരാനപ്പുറത്ത് രാത്രി എഴുന്നള്ളുന്ന ഭഗവതിയെ എതിരേൽക്കുവാൻ താലവുമേന്തി അനേകം സ്ത്രീജനങ്ങൾ ഇവിടെ സന്നിഹിതരാകുന്നു. ദേവിയും സഹോദരിയും തമ്മിൽ കാണുന്ന ആ ഒരു നിമിഷമുണ്ടല്ലോ, ആ ഒരു സന്തോഷം അതീവ മംഗളമായി എന്നറിയിച്ചുകൊണ്ട് വെളിച്ചപ്പാട് അരിയെറിയുമത്രേ. ദേവിമാരുടെ സമാഗമത്തിനു ശേഷം എല്ലാവരും വളരെ വേഗത്തിൽ തിരിച്ച് ക്ഷേത്രത്തിലേക്ക് ഓടി വരുന്നു. താലപ്പൊലി കഴിഞ്ഞ് നട അടച്ചാൽ അന്നു തൊട്ടുള്ള 7ാമത്തെ ദിവസമാണ് പിന്നെ നട തുറക്കുക. 7ാം പുണ്യാഹം എന്നാണ് ഇതിന് പറയുക. അന്ന് ദേവീ ദർശനം പ്രവഹിപ്പിക്കുന്ന ശക്തി ചൈതന്യം അതിവിശേഷമാണെന്ന് ഭക്തജനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇങ്ങനെ അനവധി ഭക്തി നിർഭരമായ ചടങ്ങുകളാൽ സമ്പന്നമായ ഈ ദേശത്തിൻ്റെ മഹോത്സവമായ താലപ്പൊലി ഉത്സവകാലത്ത് പല ദേശങ്ങളിൽ നിന്നുള്ള അനവധി ഭക്തജനങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചേരുന്നു. അതിമനോഹരമായ ജലസ്രോതസ്സുകളാൽ സമ്പന്നമായ ഒരു ഭൂമി കൂടിയാണിത്. പ്രകൃതിയോട് ചേർന്ന് വർത്തിക്കുന്ന ഇത്തരം പുണ്യസങ്കേതങ്ങൾ കാത്തു സൂക്ഷിക്കുവാൻ ഇവിടെ എത്തുന്ന തീർത്ഥാടകരും ബാധ്യസ്ഥരാണ്. ഇങ്ങനെ അസംഖ്യം ആചാരാനുഷ്ഠാനങ്ങളും കഥകളും ചരിത്രവും ഐതിഹ്യങ്ങളും പ്രകൃതി സൗന്ദര്യവും എല്ലാം ഇഴചേർന്ന് കിടക്കുന്ന നെറുങ്കൈതക്കോട്ട എന്ന ഈ പുണ്യപുരാതന ഭൂമി വാക്കുകൾക്കപ്പുറത്തുള്ള ദിവ്യമായ ആത്മീയ അനുഭവങ്ങളാണ് സമ്മാനിച്ചത്. തികച്ചും അപ്രതീക്ഷിതമായിട്ടാണ് ഇന്നിവിടെ എത്തിച്ചേർന്ന ആ നിമിഷം മുതൽ ആകർഷണങ്ങൾ മാത്രമാണ് ഈ ഭൂമി സമ്മാനിച്ചുകൊണ്ടേയിരിക്കുന്നത്. തീർച്ചയായും ഈ പുണ്യഭൂമി വന്ന് കണ്ട് അനുഭവിക്കേണ്ട ഒരു വിസ്മയം തന്നെയാണ്. ഈ പുണ്യപുരാതന ഭൂമിയെ അനുഭവിച്ച് മതിയായിട്ടില്ല എന്നതാണ് സത്യം. ക്ഷേത്ര വിവരങ്ങളെല്ലാം സമയമെടുത്ത് പറഞ്ഞു തരുവാൻ സന്മനസ് കാണിച്ച ഊരാള കുടുംബാംഗം കൂടിയായ ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ സംഗമേഷ് വർമ്മ അവർകൾക്കും ക്ഷേത്രം വെളിച്ചപ്പാടായ ശ്രീ ഹരിഹരസുധൻ കുറുപ്പ് അവർകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ശൈവ വൈഷ്ണവ ശക്തി സമന്വിതനായ അയ്യപ്പസ്വാമിയും ജഗൽ ജനനിയും ശ്രീരാമചന്ദ്രസ്വാമിയും കൈലാസനാഥനും പരിലസിക്കുന്ന
ഈ പുണ്യപുരാതന ഭൂമിക്ക് ശതകോടി സാഷ്ടാംഗ നമസ്കാരങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഉച്ചരിച്ച ഓരോ അക്ഷരവും ഇവിടെ പരിലസിക്കുന്ന ഈശ്വരമൂർത്തികൾക്ക് അർച്ചനയായി ഭവിക്കട്ടെ. ഏവർക്കും സർവമംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു. സ്വാമിയേ ശരണമയ്യപ്പ. ശ്രീ മഹാദേവ്യേ നമഃ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.